ആഹാ! അപ്പോൾ ഇതാണല്ലേ ബോണ്ടിങ് പ്രോബ്ലം. ഫ്രണ്ട്സ്, LED ടിവികളിൽ പാനലിൽ വരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റാണ് ഈ ബോണ്ടിങ് പ്രോബ്ലം. പാനലിൽ വരുന്ന കോഫേസ് കംപ്ലൈൻ്റ് ആകുമ്പോൾ ബോണ്ടിങ് മെഷീൻ ഉപയോഗിച്ച് കോഫേസ് റീപ്ലേസ് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് 32 ഇഞ്ചിൻ്റെ BOE പാനലാണ്. അതുപോലെ LG പാനലിനും ഇതുപോലെ 2 കോഫ് വരുന്നുണ്ട്. കംപ്ലൈൻ്റ് ആവുന്ന കോഫിൻ്റെ സ്ട്രിപ്പ് മെഷീൻ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് ഇളക്കി പുതിയ കോഫിൻ്റെ സ്ട്രിപ്പ് ഇട്ട് റീപ്ലേസ് ചെയ്യും. വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. പിക്ചറിൻ്റെ ഒരു ഭാഗത്തെ പടം വളരെ ക്ലിയർ അല്ലാതെയും വരകളോട് കൂടിയാണ് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്തുള്ള കോഫിൻ്റെ IC കംപ്ലൈൻ്റ് ആണ്. അതിന് സ്ട്രിപ്പ് സഹിതം റീപ്ലേസ് ചെയ്യണം. സർവീസിങ്ങിൽ ഏതൊക്കെ കംപ്ലൈൻറ്റുകൾ റെഡിയാക്കിയാൽ നിലനിൽക്കും എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കോഫിൻ്റെ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്താൽ അത് നിലനിൽക്കും. കൂടാതെ ടീകോൺ ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ടീകോൺ ബോർഡ് റീപ്ലേസ് ചെയ്താൽ അതും നിലനിൽക്കും. പിക്സൽ ഷോർട്ട് ആണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല, റിപ്പീറ്റ് വരും ഉറപ്പ്.